ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ഥലം കണ്ട ഈ സ്ഥലം എവിടെയാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇതിനെ കണ്ടപ്പോ ഒരു ക്യൂരിയോസിറ്റി തോന്നിയിട്ട് നിർത്തിയതാണ്. കാരണം ഈ സ്ഥലം ഇടുക്കി ജില്ലയിലെ ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്തെ ഞങ്ങളിപ്പോ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. ഇടുക്കി മൂന്നാർ എല്ലാവരും പോയിട്ടുണ്ടാവും. പക്ഷെ ഈ സ്ഥലം കണ്ടവരുണ്ടാവട്ടെ മുമ്പ്. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണാം നെൽകൃഷി. ബാക്കി കുരുമുളക് മേലോ എല്ലാം കണ്ടെന്നുണ്ടെങ്കിൽ നെൽകൃഷി ആദ്യമായിട്ടാണ് കാണുന്നത്. ഇന്നലെ രാത്രി വെറുതെ ഇരുന്നൊരു റീല് കണ്ടപ്പോ ഇറങ്ങി തിരിച്ച് യാത്രയാണ്. അല്ലെങ്കിൽ ഈ പ്ലാൻ ഒന്നും പ്ലാൻ ചെയ്യരുത്. രാത്രി ഒരു റീല് കണ്ടു, ഒരു റൂം ബുക്ക് ചെയ്തു, ഇറങ്ങി. അപ്പൊ വന്ന വഴിക്ക് കണ്ട കാഴ്ചയാണ്. റൂം എവിടെയാണെന്ന് പോലും അറിയില്ല ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ ലൊക്കേഷൻ ഇട്ടാന്നിട്ടുണ്ട്. കണ്ടപ്പോ ഇറങ്ങിയപ്പോ 2 മണി 2:30 ആവാനായി. വ്യൂവും കാര്യങ്ങളൊക്കെ വൈകിട്ട് ഒരു ഈവനിങ് ഒക്കെ വന്ന് ഒരു കട്ടൻ ചായയൊക്കെ ആയിട്ട് ഇരുന്ന് അടിപൊളിയായിട്ട് നല്ല കാറ്റും നല്ല രസമുണ്ട്. അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങളായിട്ട് കാണാം. അങ്ങനെ നമ്മൾ നമ്മുടെ സൂര്യനെല്ലി സ്റ്റേ റീച്ച് ആയിരിക്കുന്നു. നമ്മൾ ഇപ്പോൾ ചെറിയൊരു ചെക്കിനൊക്കെ കഴിഞ്ഞ് നമ്മൾ നടക്കാറിങ്ങിയേക്കുവാണ്. വഴി കാണിച്ചു തരാം. ഇങ്ങനെയുണ്ട് വഴി. ഈ മേളിൽ നിന്നുള്ള വ്യൂ നല്ല അടിപൊളിയാണ്, കാണിച്ചു തരാം. അപ്പോൾ ചുമ്മാ ഇവിടുന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ് നമ്മൾ. അപ്പോൾ ഇനിയും നല്ല ഭംഗിയുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിക്കുന്നതാണ്. അതെ, ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. നമ്മൾ നടന്ന് ഏതൊരു മലമണ്ടയിലോട്ടൊക്കെ വലിഞ്ഞു കയറി അങ്ങനെ ഇവിടെ എത്തി. ഇതെവിടെയെന്നൊന്നും വലിയ പിടിയില്ല. കണ്ടപ്പോൾ കയറാൻ തോന്നി, കയറി. നമ്മളൊരു മലൻ്റെ മേലിൽ കയറിയിരിക്കും. അടിപൊളിയാണ് ഇവിടുത്തെ കാഴ്ച. ഇവിടെ നോക്കിയാൽ ഏതോ ഒരു ഡാമൊക്കെ കാണാം. ഡാമിൻ്റെ പേരൊന്നും അറിയാൻ പോലെ. സോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ സ്റ്റേയിലാണ്. ഒരു ബ്യൂട്ടിഫുൾ സ്ഥലം കാണിച്ചു തരാം. അടിപൊളി സ്ഥലമാണ്. ഇതാണ് നമ്മുടെ ടെൻറ്റ് കാര്യങ്ങളൊക്കെ. നമ്മൾ ടെൻറ്റ് സ്റ്റേ ആണ് എടുത്തത്. അപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ്. ഇവിടെ ഒരുപാട് പേരുണ്ട്, ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതോ കോളേജിൽ നിന്നുള്ള പിള്ളേരോ അതൊക്കെ ഉണ്ട്. കൊള്ളാം, നല്ല അടിപൊളി സ്ഥലമാണ്. ക്ലൈമറ്റും അത്യാവശ്യം നല്ലതാണ്. പിന്നെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ പറയാനായിട്ടായിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ നാളെ ഒരു ദിവസം കൂടി ഉണ്ട് പറയുന്നതായിരിക്കും. എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം. ഇനിയിപ്പോൾ ക്യാമ്പ് ഫയർ ഉണ്ട്. അപ്പോൾ ഞാൻ സ്ഥലങ്ങളൊന്നും കാണിച്ചു തരാം. ക്യാമ്പ് ഫയറൊക്കെ നമ്മൾ കാണിച്ചു തരാം. അതെ, പിന്നെ നമ്മുടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. ഇതാണ് ടെൻറ്റ് സെറ്റപ്പ്. ടെൻറ്റാണ്. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ സ്റ്റേ ആണ്. ഒന്നും പറയില്ല. കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലിക്ക് നമുക്ക് ഇത്രയും അവർ കൊടുക്കുന്ന പൈസക്ക് തുടങ്ങിയിരിക്കുന്ന ഒരു സംരംഭമാണ്. അതെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാം. അതെ, മാക്സിമം. കാരണം ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല സ്റ്റേയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം കൊള്ളാം എന്തായാലും. കാരണം ഇവിടെ ഇതേപോലെ പല സ്റ്റേ ഉണ്ട്. സൂര്യനെല്ലിയാണ് സ്ഥലം. നമ്മുടെ ടെൻറ്റ് നമ്മൾ കാണിച്ചു തരാം. ഇതാണ്, ഈ കാണുന്നതാണ് നമ്മുടെ ടെൻറ്റ്. ഒരു പ്രശ്നമുണ്ട്, അത് കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ടെൻറ്റ്. ഇവിടെ ഇതിനകത്ത് കാണുന്നുണ്ടോയെന്നറിയില്ല. 4 പേർക്ക് സുഖമായിട്ട് ഇതിനകത്ത് കിടക്കാം.
അപ്പോൾ അതാണ് നമ്മുടെ ക്യാമ്പിൻ്റെ ടെൻറ്റിൻ്റെ ഇരുട്ടാണ്. ക്യാമ്പ് ഉറക്കത്തിന് നമുക്ക് വെളിച്ചം ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് അവരവിടെ ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും നല്ല 4 പേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റുന്ന സ്ഥലമാണ്. നല്ല അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പെർ പേഴ്സൺ 1800 ആണ് എമൗണ്ട് വരുന്നത്. അതിനകത്ത് ജീപ്പ് സഫാരി, ഫുഡ്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, ക്യാമ്പ് ഫയർ, എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു പാക്കേജ് പോലത്തെ ഒരു വെൽക്കം ഡ്രിങ്ക് കാര്യങ്ങൾ, പിന്നെ അതേപോലെ തന്നെ ചായ, സ്നാക്സ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു പാക്കേജാണ്. പെയ്ഡ് പ്രൊമോഷൻ ആണെന്ന് കരുതരുത്. അതെ അതെ, കാരണം നമ്മൾ അത് മാത്രം വളർന്നിട്ടില്ല. അതെ അതെ, കാരണം പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം നമ്മുടെ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാർ നമ്മുടെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ ഇതായിരുന്നു. കാരണം നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ ആരും നമ്മൾ ഫോഴ്സ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് സ്ഥലം, ലൊക്കേഷൻ. അപ്പോൾ ഈ നമ്മുടെ ലൊക്കേഷൻ, പിന്നെ ഇനി ക്യാമ്പ് ഫയർ ഇപ്പോൾ കുറച്ച് ഫാമിലീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പുറം എല്ലാം ഫാമിലീസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. കാരണം എന്തായാലും കോമൺ ക്യാമ്പ് ഫയർ ആണ്, കാരണം അങ്ങനെ പ്രൈവറ്റ് ഒന്നുമല്ല. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് കാണാം. എൻ്റെ പൊന്നെ, സ്വർഗത്തിലേക്കുള്ള പാതകൾ കല്ലും മുള്ളും നിറഞ്ഞതാണെന്ന് കേട്ടിട്ടില്ലേ? പക്ഷെ ഇത് മതി. ശരിയാണ്, ശരിക്കും കല്ലും മുള്ളും നിറഞ്ഞതാണ്. ഇത് എല്ലാവരും ഒന്ന് കാണുക. സോ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റേ ചെയ്യുന്ന നമ്മൾ ഇറങ്ങി. നമ്മളിപ്പോൾ തന്നെ നമ്മുടെ ഗ്യാപ്പ് റോഡ് എത്തിയിട്ടുണ്ട്. ഗ്യാപ്പ് റോഡ് എല്ലാവരും കണ്ടതാണ്. എന്നാലും അപ്പോൾ നമ്മൾ നേരെ ഇനി അടുത്ത പോകുന്നത് ആനയടിക്കുത്തിലോട്ടാണ്. വാട്ടർഫോളിൽ ഫ്രഷപ്പ് ആവണം. അവിടെ ഷവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കങ്ങനെ കുളിക്കാൻ മൂഡ് വന്നില്ല, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ആനയടിക്കുത്തിലോട്ടാണ് ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത്. അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാം. അപ്പോൾ നമ്മുടെ ആനയടിക്കുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. വെള്ളം ഉണ്ടോ എന്നൊന്നും അറിയില്ല. ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. ഇതാണ് വഴി. ഇങ്ങനെ ഇറങ്ങി കുറച്ച് അങ്ങോട്ട് പോകണം. വെള്ളത്തിൻ്റെ സൗണ്ടൊന്നും കേൾക്കുന്നില്ല. അവിടെ ഇറങ്ങിച്ചെല്ലാം പറയാം ഉണ്ടായില്ലേന്ന്. അങ്ങനെ നമ്മളെത്തിയ സ്ഥലം മേളിലായിരുന്നു. മേളിൽ നമ്മൾ താഴത്തോട്ട് ഇറങ്ങി. പക്ഷേ വെള്ളം ഇതാണ് അവസ്ഥ, ഒട്ടുമില്ല, കലക്ക വെള്ളമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇവിടെ കുളിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. കാരണം വെള്ളമൊട്ടുമില്ല, വെള്ളമൊഴുക്കില്ല, കലക്ക വെള്ളമാണ്. അപ്പോൾ അതുകൊണ്ട് കുളിക്കാനുള്ളൊരു ഇതില്ല. ഇപ്പോൾ വേനലിൻ്റെ തുടക്കമായതുകൊണ്ടിട്ടാണെന്ന് തോന്നുന്നു. ക്ലൈമറ്റ് ചേഞ്ചൊക്കെ നല്ലതായിട്ടുണ്ട്. മഴയും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ നമ്മളിപ്പോൾ കുളിക്കുന്നില്ല. നമ്മളപ്പോൾ ഇനി നേരെ തിരിക്കാനുള്ള പ്ലാനിങ്ങാണ്. പിന്നെ ഇപ്പം നേരെ
ഫുഡ് കഴിക്കണം. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പം പോകണം നോക്കിയാണ്.